ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലോകരാജ്യങ്ങൾ എതിർക്കാൻ എന്താണ് കാരണം? ലോകത്ത് മറ്റ് പല സുപ്രധാന ജലപാതകളിലും ടോൾ ഈടാക്കുന്നുണ്ട്. അവ പ്രധാനമായും രണ്ട് തരത്തിലാണ്. മനുഷ്യർ കഷ്ടപ്പെട്ട് വെട്ടിത്തെളിച്ചതും നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ കനാലുകളിൽ ടോൾ വാങ്ങുന്നത് നിയമവിധേയമാണ്. ഒന്ന്, സൂയസ് കനാൽ. ഇത് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്നു. ആഫ്രിക്ക ചുറ്റിയുള്ള യാത്ര ഒഴിവാക്കി ഏകദേശം 7000 കിലോമീറ്റർ ലാഭിക്കാം. ഈജിപ്തിൻ്റെ പ്രധാന വരുമാന മാർഗമാണിത്. കപ്പലിൻ്റെ ഭാരം, തരം എന്നിവ അനുസരിച്ച് ലക്ഷക്കണക്കിന് ഡോളർ ടോൾ ഇവിടെ ഈടാക്കുന്നുണ്ട്. രണ്ടാമതായി പനാമ കനാൽ. ഇത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. അമേരിക്കയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങൾക്കിടയിലുള്ള യാത്ര ഇത് വളരെ എളുപ്പമാക്കുന്നു. കപ്പലുകളുടെ വലിപ്പത്തിനനുസരിച്ചാണ് നിരക്ക്. ഒരു കപ്പലിന് ശരാശരി 50,000 മുതൽ 3 ലക്ഷം ഡോളർ വരെ നൽകേണ്ടി വരാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില പ്രത്യേക ചരിത്രപരമായ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ പ്രകൃതിദത്ത പാതകളിലും പണം ഈടാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിലൊന്ന് ടർക്കിഷ് കടലിടുക്കാണ്. കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലിനുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണിത്. റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന വ്യാപാര പാതയാണിത്. 1936 മോൺട്രിയക്സ് കൺവെൻഷൻ ഇത് പ്രകാരം തുർക്കിക്ക് ഇവിടെ ലൈറ്റ് ഹൗസ്, മെഡിക്കൽ സേവനം, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി ഫീസ് ഈടാക്കാം. അടുത്തിടെ തുർക്കി ഈ ഫീസ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് മറ്റൊരു വിവാദമാണ്. രണ്ടാമത്തേത് സെന്റ് ലോറൻസ് സീവേ. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെ വടക്കേ അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഇത് ഭാഗികമായി മനുഷ്യനിർമ്മിതമായ ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ് ടോൾ ഈടാക്കുന്നത് എന്നാണ് ന്യായം. അപ്പോൾ ഇറാൻ ഹോർമുസ് വിഷയം വ്യത്യസ്തമാണോ? ഒന്നാമത്തേത്, ഹോർമുസ് മനുഷ്യനിർമ്മിതമല്ല. അവിടെ സേവനങ്ങൾ നൽകുന്നതിനേക്കാൾ ഉപരിയായി ആ വഴി കടന്നു പോകുന്നതിന് മാത്രം പണം വാങ്ങുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ചില രാജ്യങ്ങൾ വാദിക്കുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇവിടെ ടോൾ ഏർപ്പെടുത്തിയാൽ ഇന്ധനവില വർദ്ധിക്കുമെന്നതാണ് മറ്റൊരു വാദം. സാധാരണയായി ടോൾ വരുമാനം ലഭിക്കുന്നത് ജലപാതയുടെ പരിപാലനത്തിനാണ്. എന്നാൽ ഹോർമുസിൽ ഇറാൻ ടോൾ ആവശ്യപ്പെടുന്നത് ഉപരോധങ്ങൾക്കിടയിൽ വരുമാനം കണ്ടെത്താനുള്ള ആയുധമായാണ് കണക്കാക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ, മനുഷ്യനിർമ്മിതമായ പാതകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരമായി ടോൾ വാങ്ങുന്നത് അംഗീകരിക്കപ്പെട്ട കാര്യമാണെങ്കിലും പ്രകൃതിദത്തമായ അന്താരാഷ്ട്ര ജലപാതകളിൽ അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ലോകവ്യാപാരത്തെ ദോഷകരമായി ബാധിക്കും എന്ന് പല രാജ്യങ്ങളും കരുതുന്നു. പ്രകൃതിദത്തമായ ജലപാതകളിൽ ടോൾ ഈടാക്കുന്നത് സാധാരണയായി അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സമാധാനപരമായ കടന്നുപോകൽ എന്ന തത്വത്തിനും വിരുദ്ധമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചില രാജ്യങ്ങൾ ചില പ്രത്യേക ന്യായീകരണങ്ങൾ ഉയർത്തിക്കാട്ടി പണമോ ഫീസോ ഈടാക്കുന്നുണ്ട്. പ്രധാനമായും ഇനി പറയുന്ന 3 കാര്യങ്ങളാണ് ഇതിന് അവർ കാരണമായി പറയുന്നത്. അത്തരം രാജ്യങ്ങൾ ഇതിനെ ടോൾ എന്നല്ല, മറിച്ച് സർവീസ് ഫീ എന്നാണ് വിളിക്കുന്നത്. പ്രകൃതിദത്തമായ പാതയാണെങ്കിൽ പോലും കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ആ രാജ്യം നൽകുന്ന സേവനങ്ങൾക്ക് പണം ഈടാക്കാം എന്നാണ് അവർ വാദിക്കുന്നത്. ഉദാഹരണമായി ലൈറ്റ് ഹൗസുകൾ. കപ്പലുകൾക്ക് വഴി കാണിക്കാനുള്ള വിളക്ക് മാടങ്ങളുടെ പരിപാലനത്തിന് പണം വേണം. പിന്നെയുള്ളത് രക്ഷാപ്രവർത്തനമാണ്. അപകടങ്ങൾ നടന്നാൽ നൽകുന്ന സഹായങ്ങൾക്ക് പണം വേണം. മറ്റൊന്ന് നാവിഗേഷൻ സഹായമാണ്. കടലിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളും പാറക്കെട്ടുകളും അടയാളപ്പെടുത്തുന്ന സംവിധാനങ്ങൾ. ഉദാഹരണമായി തുർക്കി അവരുടെ കടലിടുക്കിൽ ഈ സേവനങ്ങൾക്കായി പണം ഈടാക്കുന്നുണ്ട്. മറ്റൊന്ന് പരിസ്ഥിതി സംരക്ഷണമാണ്. കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മലിനീകരണം തടയുന്നതിനും പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള ചിലവുകൾ കപ്പലുടമകൾ വഹിക്കണം എന്ന വാദമാണ് മറ്റൊന്ന്. കടൽ മലിനമായാൽ അത് വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും മറ്റും ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിനും ഈ തുക ഉപയോഗിക്കുന്നു എന്ന് ഇത്തരം രാജ്യങ്ങൾ ന്യായീകരിക്കുന്നു. ചില ജലപാതകൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ വരുന്നതിന് മുമ്പേ നിലവിലുള്ള പ്രത്യേക ഉടമ്പടികൾ ഉണ്ടാകും. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞ മോൺട്രിയക്സ് കൺവെൻഷൻ. തുർക്കിയുടെ കടലിടുക്കുകളിലൂടെയുള്ള കപ്പൽ യാത്രയെ നിയന്ത്രിക്കുന്നത് ഈ ഉടമ്പടിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ വരുന്നതിന് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണിത്. എന്തുകൊണ്ടാണ് ഇറാന്റെ നീക്കം മാത്രം ഇത്ര വലിയ വിവാദമാകുന്നത്? ഇറാനെതിരെ പറയുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ്. എണ്ണ വിതരണം തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ടോൾ ഈടാക്കുന്നത് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് പല രാജ്യങ്ങൾ കരുതുന്നത്. രണ്ടാമത്തേത് പരമാധികാര തർക്കമാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗം ഒമാന്റെ പരിധിയിലാണ്.
അതിനാൽ ഇറാൻ ഏകപക്ഷീയമായി ടോൾ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര അതിർത്തി നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇവർ വാദിക്കുന്നു. മറ്റൊന്ന് സൗജന്യ ഗതാഗതമാണ്. ലോകത്തിന്റെ ഊർജ്ജ സിരയായ ഹോർമുസിനെ ഏതെങ്കിലും ഒരു രാജ്യം ടാക്സ് വാങ്ങി നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്നാണ് അവരുടെ മറ്റൊരു വാദം. യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഇറാന്റെ സമുദ്രാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കി കപ്പലുകൾക്ക് അതിലെ യാത്ര ചെയ്യുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം ഏകദേശം 33 കിലോമീറ്റർ മാത്രമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിന് അവരുടെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 22 കിലോമീറ്റർ വരെ ദൂരം സ്വന്തം സമുദ്രാതിർത്തിയായി അവകാശപ്പെടാം. ഇവിടെ ഇറാന്റെയും ഒമാന്റെയും സമുദ്രാതിർത്തികൾ പരസ്പരം വിഭജിച്ചു കിടക്കുകയാണ്. അതായത് ഈ കടലിടുക്കിലൂടെ പോകുന്ന ഏതൊരു കപ്പലും ഒന്നുകിൽ ഇറാന്റെ അല്ലെങ്കിൽ ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലൂടെ കടന്നു പോയേ തീരൂ. രണ്ടാമത്തെ വിഷയം ട്രാഫിക് സെപ്പറേഷൻ സ്കീം എന്നതാണ്. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ തിരക്ക് നിയന്ത്രിക്കാനും കൂട്ടിയിടി ഒഴിവാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ഒരു പ്രത്യേക പാതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ സാധാരണയായി ഇറാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് പാതകളും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ്. സുരക്ഷാ കാരണങ്ങളാലും ആഴം കൂടിയ ഭാഗങ്ങൾ നോക്കിയും കപ്പലുകൾ പലപ്പോഴും ഇറാൻ അതിർത്തിയിലേക്ക് കൂടുതൽ അടുക്കേണ്ടതായും വരും. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു നിയമവശം വരുന്നത്. ഒരു രാജ്യം അവരുടെ സമുദ്രാതിർത്തി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹോർമുസ് പോലുള്ള അന്താരാഷ്ട്ര കടലിടുക്കുകളിൽ കപ്പലുകൾക്ക് ട്രാൻസിറ്റ് പാസേജ് എന്ന അവകാശമുണ്ട്. പക്ഷേ ഇറാൻ ഈ നിയമത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അവർ ഇന്നസെന്റ് പാസേജ് എന്ന തത്വമാണ് പിന്തുടരുന്നത്. ഇത് പ്രകാരം കപ്പലുകൾക്ക് കടന്നു പോകാമെങ്കിലും ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ സമാധാനത്തിനോ ഭീഷണിയാണെന്ന് തോന്നിയാൽ യാത്ര തടയാൻ തീരദേശ രാജ്യത്തിന് അധികാരമുണ്ടാകും. ആ നിലയ്ക്ക് ഇറാന്റെ അതിർത്തി തൊടാതെ ഹോർമുസ് കടന്നു പോകുക എന്നത് ഭൂമിശാസ്ത്രപരമായി നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കയ്യിലെ ഒരു വലിയ തന്ത്രപരമായ ആയുധം, അതായത് സ്ട്രാറ്റജിക് ലിവറേജായി മാറുന്നത്. ഒമാന്റെ ഭാഗത്തെ പാതകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും വലിയ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഈ ചെറിയ ഇടനാഴിയിൽ ഇറാന്റെ സഹകരണം അനിവാര്യമാണ്. ഇത്രയും കാലം സൗജന്യമായി തുറന്നു കിടന്നിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാനെ ആക്രമിച്ച് അവരെ കൊണ്ട് അടപ്പിച്ചിട്ട് ഇനി അന്താരാഷ്ട്ര നിയമം പറയുന്നതിലെ യുക്തിയെപ്പറ്റി മാത്രം ചോദിക്കരുത്. ഹോർമുസ് കടലിടുക്കിലെ സംബന്ധിച്ച ചർച്ചകളിൽ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാന സ്ഥലമാണ് UAE ഫുജൈറ എന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം തന്ത്രപ്രധാനമായ ഈ സ്ഥലം ആക്രമിക്കപ്പെട്ട കാര്യം പ്രത്യേകം ഓർക്കുക. ഫുജൈറ ഹോർമുസിന്റെ സേഫ്റ്റി വാൽവ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി ഫുജൈറയുടെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്ന് തന്നെയാണ്. UAE മറ്റ് എമിറേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫുജൈറയുടെ തീരം സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിനുള്ളിലല്ല, ഒമാൻ ഉൾക്കടലിലാണ്. അതായത് ഹോർമുസ് കടലിടുക്കിന് പുറത്താണ് ഫുജൈറ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും ഫുജൈറ തുറമുഖത്തേക്ക് കപ്പലുകൾക്ക് വരാനോ അവിടെ നിന്ന് പോകാനോ സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ എണ്ണ കയറ്റുമതി ചെയ്യാനായി UAE നിർമ്മിച്ച അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ അവസാനിക്കുന്നത് ഫുജൈറയിലാണ്. അബുദാബിയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ മരുഭൂമിയിലൂടെ പൈപ്പ് വഴി നേരിട്ട് ഫുജൈറയിലെത്തുന്നു. ഇവിടെ നിന്ന് കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാതെ തന്നെ എണ്ണയുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനാവും. ഏകദേശം 1.5 മില്യൺ ബാരൽ എണ്ണ ഇതുവഴി നീക്കാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും വലിയ 3 കപ്പൽ ഇന്ധന വിതരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഫുജൈറ. പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ മുമ്പ് കപ്പലുകൾ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾക്കും ജീവനക്കാരെ മാറ്റാനുമായി ഫുജൈറയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഫുജൈറയിൽ കൂറ്റൻ എണ്ണ സംഭരണ ടാങ്കുകളുണ്ട്. ആഗോള വിപണിയിൽ വില വ്യതിയാനം ഉണ്ടാകുമ്പോഴോ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ എണ്ണ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പല അന്താരാഷ്ട്ര കമ്പനികളും ഫുജൈറയിലെ ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ലോകത്തിനുണ്ടാകുന്ന ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാൻ ശേഷിയുള്ള ഒരേ ഒരു നഗരം ഫുജൈറയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും സൈനികമായും ഈ പ്രദേശം അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഹോർമുസിനെ ഒഴിവാക്കി എണ്ണ കൊണ്ടുപോകാൻ മറ്റ് അറബ് രാജ്യങ്ങളും ഇതുപോലെ പകരം സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് ഒരു കുടുക്കായി മാറാതിരിക്കാൻ
ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും 3 ബദൽ മാർഗങ്ങളാണ് ആലോചിക്കുന്നത്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള എണ്ണപ്പാടങ്ങളെ ചെങ്കടലിലെ യാൻബു തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന കൂറ്റൻ പൈപ്പ് ലൈനാണിത്. ഹോർമുസ് കടലിടുക്കിന് പകരം ചെങ്കടൽ വഴി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എണ്ണ എത്തിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ള ഈ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 5 മില്യൺ ബാരലിൽ അധികം എണ്ണ നീക്കാൻ സാധിക്കും. ഇറാഖിനും ഹോർമുസ് കടലിടുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതിന് പകരമായി അവർ 2 വഴികൾ ആലോചിക്കുന്നുണ്ട്. ഇറാഖിലെ കിർക്കുക്കിൽ നിന്ന് തുർക്കിയിലെ ജയ്ഹാൻ തുറമുഖത്തേക്ക് ഒരു എണ്ണ എത്തിക്കുന്ന പൈപ്പ് ലൈൻ, ഇറാഖിലെ ബസ്രയിൽ നിന്ന് ജോർദാനിലെ അക്ബ തുറമുഖത്തേക്ക് പുതിയൊരു പൈപ്പ് ലൈൻ നിർമ്മിക്കാനും അവർ പദ്ധതിയിടുന്നുണ്ട്. ഒമാൻ പൂർണ്ണമായും ഹോർമുസിന് പുറത്തുള്ള രാജ്യമാണ്. ദുഗം എന്ന സ്ഥലത്ത് അവർ വലിയൊരു വ്യവസായ നഗരവും തുറമുഖവും വികസിപ്പിക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ പൈപ്പ് വഴി ഇവിടെ എത്തിച്ച് അവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ അവർ ആലോചിക്കുന്നുമുണ്ട്. എങ്കിലും ഈ പൈപ്പ് ലൈനുകൾക്ക് ഹോർമുസിനെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ശേഷിക്കുറവ് തന്നെയാണ്. ഹോർമുസിലൂടെ പ്രതിദിനം ഏകദേശം 20 മില്യൺ ബാരൽ എണ്ണ കൊണ്ടുപോകുമ്പോൾ ഇന്ന് നിലവിലുള്ള എല്ലാ പൈപ്പ് ലൈനുകൾക്കും കൂടി ഇതിന്റെ പകുതി പോലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പൈപ്പ് ലൈൻ വഴി എണ്ണ എത്തിക്കുന്നത് കപ്പലിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ ചെലവേറിയതാണ്. മറ്റൊരു കാരണം ചെങ്കടലിലെ സംഘർഷമാണ്. ഹോർമുസ് ഒഴിവാക്കി ചെങ്കടൽ വഴി പോകാമെന്ന് വെച്ചാലും അവിടെ യമനിലെ ഹൂത്തി വിമതരുടെ സാന്നിധ്യം കപ്പലുകൾക്ക് ഭീഷണിയാകുന്നുണ്ട്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് എത്തുന്ന അവസ്ഥ നിലവിലുണ്ട്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും ലോകത്തിന്റെ സാമ്പത്തിക ശ്വാസനാളം തന്നെയാണ്. അതിനെ പൂർണ്ണമായി മറികടക്കുക എന്നത് നിലവിൽ അസാധ്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുടെ യുദ്ധതന്ത്രങ്ങളും ആഗോള ഇന്ധന വിലയെ എത്രത്തോളം ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇപ്പോഴും വളരെ അകലെ തന്നെയാണ്.